ട്രംപിൻ്റെ ഏറ്റവും പുതിയ ട്വീറ്റ് എന്ന് പറയുന്നതിലുപരി ഭീഷണി എന്ന് വേണം പറയാൻ. ഇന്ന് രാവിലെ വാഷിങ്ടണിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച സന്ദേശത്തിൽ ട്രംപ് അതീവ ഗൗരവമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് രാത്രി ഒരു സമ്പൂർണ്ണ നാഗരികത തന്നെ ഇല്ലാതാകും. അതൊരിക്കലും തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. അത് സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ മിക്കവാറും അത് സംഭവിക്കും. ഇതിനു പുറമെ ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാൻ്റെ പാലങ്ങളും വൈദ്യുതി നിലയങ്ങളും തകർക്കുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രിയെ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ ഒന്നായിട്ടാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ട്രംപിൻ്റെ ഭീഷണികളെ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയം പുച്ഛിച്ച് തള്ളുകയും അതേസമയം ശക്തമായ താക്കീത് നൽകുകയും ചെയ്തു. വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി പറഞ്ഞത്, ഇത്തരം അന്ത്യശാസനങ്ങളും ക്രിമിനൽ ഭീഷണികളും വഴി ഇറാനെ കീഴ്പ്പെടുത്താമെന്ന് ആരും കരുതേണ്ട എന്നായിരുന്നു. യുദ്ധക്കുറ്റങ്ങളിലൂടെയും ഭീഷണികളിലൂടെയും ചർച്ചകൾ സാധ്യമല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ്റെ വൈദ്യുതി നിലയങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷക്കണക്കിന് യുവാക്കൾ ആ നിലയങ്ങൾക്ക് ചുറ്റും മനുഷ്യച്ചങ്ങല തീർക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന് ഇറാൻ അധികൃതർ അവകാശപ്പെടുന്നു. ഇന്ന് രാത്രി ട്രംപ് നൽകിയ സമയപരിധി അവസാനിക്കുമ്പോൾ ഇറാൻ വഴങ്ങുമോ അതോ മിഡിൽ ഈസ്റ്റിൽ ഒരു വൻ യുദ്ധം തുടങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോകം.